മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആണ്. അതിനെപ്പറ്റി നോക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇത് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്ത് വരണം? ഇതിനു മുന്നേ 2 വിദ്യാഭ്യാസ നയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ വർഷം? 1968 1986 1968 വിദ്യാഭ്യാസ നയം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം കുറേ മാറ്റങ്ങളുമായിട്ട് എന്ത് വന്നു? 1986 ദേശീയ വിദ്യാഭ്യാസ നയം വന്നു. അതിനുശേഷം അതിൻ്റെ കുറേ ശുപാർശകൾ ഒക്കെ നടപ്പിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പുതിയതായിട്ട് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഇത് നമ്മൾ വ്യാപകമായിട്ട് അംഗീകരിച്ച് നടപ്പിലാക്കി പോകുന്ന വിദ്യാഭ്യാസ നയം, അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ 3ാമത്തെ വിദ്യാഭ്യാസ നയം. അപ്പോൾ ഏതൊക്കെ വർഷങ്ങളിൽ വിദ്യാഭ്യാസ നയം ഉണ്ടായിട്ടുണ്ടെന്ന് ഓർമ്മ വേണം. 1968 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട്. 1986 ഒരു വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നു. അതുപോലെ 2020 ഒരു വിദ്യാഭ്യാസ നയം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 3 വിദ്യാഭ്യാസ നയങ്ങളാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, 2020 ദേശീയ വിദ്യാഭ്യാസ നയം എങ്ങനെ വന്നു, ആരുടെ നിർദ്ദേശപ്രകാരം വന്നു, ആ കമ്മിറ്റിയുടെയൊക്കെ ചെയർമാൻ ആരാണ് എന്നൊക്കെ നോക്കാൻ പോവുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 തയ്യാറാക്കിയ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കെ കസ്തൂരി രംഗനാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 തയ്യാറാക്കിയ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കസ്തൂരി രംഗനാണ്. കെ കസ്തൂരി രംഗൻ, ഈ പേര് നമുക്ക് ഫെമിലിയർ ആണ് അല്ലെ? കെ കസ്തൂരി രംഗൻ കമ്മിറ്റി ആയിരുന്നു ഇതിന്റെ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഈ കസ്തൂരി രംഗൻ കമ്മിറ്റിയിലാകെ 9 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 തയ്യാറാക്കുന്ന ആ സമിതിയിൽ മൊത്തത്തിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് 9 പേരായിരുന്നു. ഇനി ദേശീയ വിദ്യാഭ്യാസ നയ രൂപീകരണത്തിനായി കസ്തൂരി രംഗൻ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് 2017 ജൂൺ മാസത്തിലാണ്. 2017 ജൂൺ മാസത്തിൽ. മാസം നമ്മൾ തെറ്റിപ്പോത്തില്ല, കാരണം സ്കൂൾ തുറക്കുന്നത് ഏത് മാസത്തിലാണ്? ജൂൺ മാസത്തിലാണെന്ന് ഓർക്കുക. 2017 ജൂണിലാണ് ദേശീയ വിദ്യാഭ്യാസ നയ രൂപീകരണത്തിനായിട്ട് കസ്തൂരി രംഗൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പൊ ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഏത്? കസ്തൂരി രംഗൻ. അതിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 പേരായിരുന്നു. ഏത് വർഷമാണ് ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2017 ജൂൺ മാസത്തിലാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. 2017 ജൂൺ മാസത്തിലാണ് എന്ന് ഓർത്ത് വെച്ചേക്കണം. 2020 ജൂലൈ 29 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയമാണ് ഏത്? നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്മീഷനെ നിയമിച്ചത്, അല്ലെങ്കിൽ ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് 2017 ജൂണിലാണ്. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച് പുറത്തിറക്കിയ വർഷം എന്ന് പറയുന്നത് 2020 ജൂലൈ 29. അപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചത് ജൂൺ മാസത്തിലാണെങ്കിൽ ഈ നയം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചത് ജൂലൈ മാസത്തിലാണ്. 2020 ജൂലൈ 29 വിത്ത് ഡേറ്റ് നമുക്ക് വേണം. 2020 ജൂലൈ മാസം 29 തീയതി. 2020 ജൂലൈ മാസം 29 തീയതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുന്നത്. എന്നാൽ ആ കമ്മിറ്റി രൂപീകരിക്കുന്നത് 2017 ജൂൺ മാസത്തിലാണ്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കെ കസ്തൂരി രംഗനാണ്. ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗസംഖ്യ എന്ന് പറയുന്നത് 9 എന്ന് ഓർത്ത് വെച്ചേക്കുക. സ്വതന്ത്ര ഭാരതത്തിലെ 3ാമത് വിദ്യാഭ്യാസ നയമാണ് 2020 രൂപം കൊണ്ടത്. അതാണ് ആദ്യം പറഞ്ഞത്.
സ്വതന്ത്ര ഇന്ത്യയിലെ മൂന്നാമത് വിദ്യാഭ്യാസ നയമാണ് 2020 രൂപം കൊണ്ടത്. എന്നാൽ ഇതിനു മുന്നേ വന്ന രണ്ട് വിദ്യാഭ്യാസ നയങ്ങൾ എന്ന് പറയുന്നത് 1968 ദേശീയ വിദ്യാഭ്യാസ നയവും 1986 ദേശീയ വിദ്യാഭ്യാസ നയവുമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ തരാം, വർഷം തെറ്റിച്ചൊക്കെ തന്നിട്ട് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ വന്ന ദേശീയ വിദ്യാഭ്യാസ നയങ്ങളിൽ ഉൾപ്പെടുന്ന വർഷവും ഉൾപ്പെടാത്ത വർഷവും ഒക്കെ നമുക്ക് ചോദിക്കാം അല്ലേ. അതുകൊണ്ട് 3 വർഷവും പഠിച്ചു വെച്ചേക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്നത് 5+3+3+4 എന്ന വിദ്യാഭ്യാസ ഘടനയാണ് പുതിയ നയത്തിനുള്ളത്. വിദ്യാഭ്യാസ ഘടന എടുത്തു ചോദിക്കും. 5+3+3 അതുപോലെ +4 ഈ ഘടന നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം. കാരണം നേരത്തെയൊക്കെ നമ്മൾ പഠിച്ചു ഏത് 10+2+3 എന്നുള്ള ഘടനയൊക്കെ നമ്മൾ മുന്നത്തെ കമ്മീഷനുകളിലൊക്കെ പഠിക്കുന്നതാണല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ പഠിച്ചു വെച്ചേക്കണം? 5+3+3+4 എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഘടനയാണ് ഏതിൻ്റേത്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 5+3+3+4 ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഘടന എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഘടനയിൽ പറയുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് ഈ പറയുന്ന 5+3+3+4 എന്ന രീതിയിൽ എങ്ങനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കണം, മനസ്സിലാക്കി വെച്ചാൽ പോരാ, കാണാതെ പഠിച്ചു വെച്ചേക്കണം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഈ എഴുതിയേക്കുന്നതെല്ലാം ഓരോ ഘട്ടങ്ങളാണ്. ഇത് കുട്ടികളുടെ വയസ്സാണ്, ഇത് ക്ലാസ് ആണ്. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? 5+3+3+4 എന്ന വിദ്യാഭ്യാസ ഘടനയാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ആദ്യത്തെ ഘട്ടം ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്. ഏതാണ്? ഫൗണ്ടേഷണൽ സ്റ്റേജ്. അതായത് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഘട്ടം എന്നാണ്. അടിസ്ഥാന ഘട്ടം ഫൗണ്ടേഷണൽ സ്റ്റേജ്, അടിസ്ഥാന ഘട്ടം കുട്ടികളുടെ ഒരു സ്റ്റേജ് ആണ്. അടിസ്ഥാന ഘട്ടം വിദ്യാഭ്യാസത്തിന്റെ സ്റ്റേജ്. അടിസ്ഥാന ഘട്ടം വയസ്സോർത്ത് നോക്കിക്കേ, 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. അടിസ്ഥാന ഘട്ടം എന്ന് പറയുമ്പം നമ്മൾ കുഞ്ഞുങ്ങളെ സാധാരണയായിട്ട് അംഗനവാടി കൊണ്ടാക്കുന്നത് 3 വയസ്സിലല്ലേ? 3 വയസ്സിലല്ലേ അംഗനവാടി കൊണ്ടാക്കുന്നത്? അപ്പം നമ്മുടെ ഫൗണ്ടേഷണൽ സ്റ്റേജ് ഓർക്കാനായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടം ഓർക്കാനായിട്ട് വയസ്സ് തുടങ്ങുന്നത് ഏത് വയസ്സിലാണ്? 3 വയസ്സിലാണ്. നമ്മൾ അടിസ്ഥാനമല്ലേ പറയുന്നത്. അപ്പം നമ്മൾ എന്ത് പറയണം? 3 വയസ്സ് മുതൽ, പിന്നെ തെറ്റത്തില്ല, 3നെ അങ്ങ് യോജിപ്പിച്ചാൽ മതി. എത്ര വയസ്സാകും? തിരിച്ച് റിവേഴ്സിലൊന്ന് യോജിപ്പിച്ച് 8 വയസ്സ് വരെ. അപ്പോൾ ആദ്യത്തത് തെറ്റത്തില്ലല്ലോ, വയസ്സും കൂടി നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയാണ് ഏത്? അടിസ്ഥാന ഘട്ടം എന്ന് പറയുന്നത്. അടിസ്ഥാന ഘട്ടം ഫൗണ്ടേഷണൽ സ്റ്റേജ്. അടിസ്ഥാന ഘട്ടം ഫൗണ്ടേഷണൽ സ്റ്റേജ് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ക്ലാസിൻ്റെ ഘടന എന്നാണ് പറയാൻ പോകുന്നത്. ഈ 3 മുതൽ 8 വയസ്സ് വരെയുള്ള കാലയളവിൽ ആദ്യം 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1, 2 ക്ലാസ് വരെയാണ് ഇവിടെ 5 വർഷം ഉൾപ്പെടുന്നത്. എങ്ങനെയാണ്? 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1, 2 ക്ലാസ് വരെ. അപ്പോൾ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ പറയുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് 2ാം ക്ലാസ് വരെ ഉള്ളൂ. ആദ്യം വേറൊന്നും താഴോട്ട് നോക്കുകയേ വേണ്ട, നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു പോവുകയാണ്. നമ്മൾ പഠിച്ചത് ഏതാണ്? അടിസ്ഥാന ഘട്ടമാണ് നമ്മൾ പഠിക്കുന്നത്. ഫൗണ്ടേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടം. വയസ്സ് എങ്ങനെ പറഞ്ഞു? 3 വയസ്സിലാണ് അംഗനവാടിയിൽ കൊണ്ടാക്കുന്നത്. എത്ര വയസ്സ് വരെ? 3നെ തിരിച്ച് നമ്മൾ യോജിപ്പിച്ചു 8 വയസ്സ് വരെ. ഇത്ര ആദ്യം മനസ്സിൽ വരാവൂ. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. എന്നാൽ ഏത് ക്ലാസ് വരെയാണ്? 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1, 2 ക്ലാസ് വരെ. അപ്പോൾ അടിസ്ഥാന ഘട്ടത്തിൽ 2ാം ക്ലാസ് വരെ വരുന്നുള്ളൂ. എന്താണ്?
അടിസ്ഥാന ഘട്ടത്തിൽ 2ാം ക്ലാസ് വരെ വരുന്നുള്ളൂ. 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1-2 ക്ലാസ് വരെ 5 വർഷത്തെ വിദ്യാഭ്യാസമാണ് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത്. അപ്പം നമുക്ക് ബോറായിട്ട് തോന്നും, ഇതൊക്കെ എങ്ങനെ പഠിക്കും, വർഷമുണ്ട്, ക്ലാസ് ഉണ്ട്, എല്ലാം കൂടെ തിരിഞ്ഞു പോകും എന്നൊക്കെ വിചാരിക്കും അല്ലേ. നമ്മളൊരു ഓർഡറിൽ അങ്ങ് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് നമ്മുടെ പാറ്റേൺ ഏതാണ്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഘടന ഏതാണ്, 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് 5+3+3+4 എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്? ഫസ്റ്റ് സ്റ്റേജ് മാത്രമേ നമ്മൾ പറഞ്ഞോളൂ. ഏതാണ്? ഫൗണ്ടേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടം. ഇനി നമ്മൾക്ക് എന്ത് പറയണം? ഈ അടിസ്ഥാന ഘട്ടത്തിൽ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവരുടെ ക്ലാസ് എങ്ങനെ, ഏത് ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ് വരെയാണ് പഠിക്കുന്നത്. നമ്മൾ എന്ത് പറയും? ഏത് ക്ലാസ് വരെയാണ് പഠിക്കുന്ന അടിസ്ഥാന ഘട്ടത്തിൽ? 2ാം ക്ലാസ് വരെ. കൊച്ചുങ്ങളാണ്, 2ാം ക്ലാസ് വരെയാണ് പഠിക്കുന്നത്. എന്നാൽ അവർക്ക് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ വേണ്ടേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം? പ്രീ പ്രൈമറി ഉൾപ്പെടെ 1-2 ക്ലാസ്സുകൾ, അങ്ങനെ 5 വർഷം അവർ പഠിക്കണം. അടിസ്ഥാന ഘട്ടത്തിൽ 5 വർഷം പഠിക്കണം. ആ 5 വർഷത്തിൽ 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1-2 ക്ലാസ്സുകൾ. അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ്. പ്രിപ്പറേറ്ററി സ്റ്റേജ് 2ാമത്തെ ഘട്ടം ഏതാണ്? പ്രിപ്പറേറ്ററി സ്റ്റേജ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം. തയ്യാറെടുപ്പ് ഘട്ടം, പ്രിപ്പറേറ്ററി സ്റ്റേജ് അല്ലെങ്കിൽ ഏതാണ്? തയ്യാറെടുപ്പ് ഘട്ടം. ഇനി ആദ്യത്തെ സ്റ്റേജ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അതായത് ഫൗണ്ടേഷണൽ സ്റ്റേജ് മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ വയസ്സ് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയായിരുന്നു. എന്നാൽ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ 8 മുതൽ 11 വയസ്സ് വരെ. തയ്യാറെടുക്കുന്നത് എങ്ങനെയാ? ഒരുപോലെ തയ്യാറെടുക്കും. എങ്ങനെയാ? 2-1 വെച്ചിട്ട് ഒരുപോലെ നമ്മൾ തയ്യാറെടുക്കും. എങ്ങനെയാണ്? ഒരുപോലെ തയ്യാറെടുക്കണം. 2-1 ഒരുപോലെ, ഇങ്ങനെ ഇരിക്കും, ഒരുപോലെ അല്ലേ. അപ്പൊ 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് ഏതെന്ന് പറയുന്നത്? തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയുന്നത്. 8 മുതൽ 11 വയസ്സ് വരെയാണ് തയ്യാറെടുപ്പ് ഘട്ടം. വയസ്സ് ക്ലിയർ ആയി കാണുമോ? അപ്പൊ 2ാമത്തെയാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് അല്ലെങ്കിൽ ഏതാണ്? തയ്യാറെടുപ്പ് ഘട്ടം. 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. നമുക്ക് ക്ലാസ് പറയണ്ടേ? ഇങ്ങനെ പറയണം. 5ാം ക്ലാസ് വരെ നമ്മൾ തയ്യാറെടുക്കും. എങ്ങനെയാണ്? 5ാം ക്ലാസ് വരെ നമ്മൾ തയ്യാറെടുക്കും. തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ്? 5ാം ക്ലാസ് വരെ ഞാൻ തയ്യാറെടുപ്പായിരുന്നു എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ 1-2 ക്ലാസ് നമ്മൾ അവിടെ പറഞ്ഞില്ലേ? ഇവിടെ എന്ത് പറയണം? 3 മുതൽ 5 ക്ലാസ് വരെ 3 വർഷം. 3 മുതൽ 5 ക്ലാസ് വരെ. 3-4-5 അതാണ് ഏത്? തയ്യാറെടുപ്പ് ഘട്ടം എന്ന് പറയുന്നത്, തയ്യാറെടുപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ മനസ്സിൽ പറയണം? ഞാൻ 5 വയസ്സ് വരെ തയ്യാറെടുപ്പായിരുന്നു, 5 വയസ്സ് വരെ ഞാൻ തയ്യാറെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പം 3 മുതൽ 5 വയസ്സ് വരെയാണ് ഏത്? തയ്യാറെടുപ്പ് ഘട്ടം. അങ്ങനെ 3 വർഷം. 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ് അതാണ്. അപ്പോൾ ഇനി നോക്കിക്കേ, ഒന്നും കൂടെ പറഞ്ഞു നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ പഠിച്ചത് ഏതാണ്? ഇത് നോക്കണ്ട, നമ്മുടെ മനസ്സിൽ മാത്രം ഓർത്ത് നോക്കേ. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയം 2020 വിദ്യാഭ്യാസത്തിൻ്റെ ഘടന 5+3+3+4 ആയിരുന്നു. അതിനകത്ത് ഓരോ സ്റ്റേജാണ് പഠിക്കുന്നത്. ആദ്യം അടിസ്ഥാന ഘട്ടമാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ സ്റ്റേജ്. ഇംഗ്ലീഷും മലയാളം ഒന്ന് ഓർത്ത് വെച്ചേരെ. ഫൗണ്ടേഷണൽ സ്റ്റേജ് വയസ്സ് എങ്ങനെയായിരുന്നു? 3 മുതൽ 8 വയസ്സ് വരെയായിരുന്നു. അതിനകത്ത് ക്ലാസ് എങ്ങനെ വരും? 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1-2 ക്ലാസ് വരെ, അങ്ങനെ 5 വർഷമാണ് അടിസ്ഥാന ഘട്ടത്തിലുള്ളത്. 2ാമത്തെ എന്ന് പറയുന്നത് തയ്യാറെടുപ്പ് ഘട്ടമായിരുന്നു. എത്ര ക്ലാസ് വരെ നമ്മൾ തയ്യാറെടുക്കും? 5ാം ക്ലാസ് വരെ തയ്യാറെടുക്കും എന്ന് പറയണം. 5ാം ക്ലാസ് വരെ തയ്യാറെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വയസ്സ് 8 മുതൽ 11 വയസ്സ് വരെയാണ്. 8 മുതൽ 11 വയസ്സ് വരെ ക്ലാസ് ആകുമ്പോഴോ 3 മുതൽ 5 വരെ 3 വർഷം. അത് രണ്ടും പഠിച്ചെങ്കിൽ അടുത്തത് മിഡിൽ സ്റ്റേജ് ആണ്, മധ്യഘട്ടം. മിഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ മധ്യഘട്ടം. അപ്പം നമ്മളിവിടെ 11 പറഞ്ഞു അല്ലേ? 11 പറഞ്ഞെങ്കിൽ അടുത്ത മിഡിൽ സ്റ്റേജ് എവിടെ തുടങ്ങണം? 11 മുതൽ 14 വരെ. 11 മുതൽ 14 വരെ. 11 മുതൽ 14 വരെ. 11 തന്നെ വെച്ചിട്ട് നമുക്ക് അതിനെ അങ്ങ് 4 ആക്കാം.
11 മുതൽ 14 വരെ. ആദ്യം പഠിച്ചത് 3 മുതൽ 8, 8 മുതൽ 11, 11 മുതൽ 14. ഒന്നും കൂടെ ഓർത്ത് നോക്കിയ വയസ്സ് 3 മുതൽ 8, 8 മുതൽ 11, 11 മുതൽ 14. അങ്ങനെയും പഠിച്ചു വെക്കാം അല്ലേ. പിന്നെ നമുക്ക് സ്റ്റേജ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 3 മുതൽ 8, 8 മുതൽ 11, 11 മുതൽ 14. അപ്പം അടുത്ത മിഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ മധ്യഘട്ടം എന്ന് പറയുന്നത് 11 മുതൽ 14 വയസ്സ് വരെ. പ്രത്യേകത നമ്മൾ 5ാം ക്ലാസ്സിലല്ലേ, 5ാം ക്ലാസ് വരെ ഞാൻ തയ്യാറെടുപ്പായിരുന്നു. ഇനി നമുക്ക് ഏതാ പറയാനുള്ളത്? 6ഉം 7ഉം 8ഉം. ഏതാണ്? 6ഉം 7ഉം 8ഉം. അടുത്ത ഏതാണ്? 6ഉം 7ഉം 8ഉം. അതായത് 6 മുതൽ 8 വരെ 3 വർഷം. 6 മുതൽ 8 വരെ 3 വർഷം. നമ്മൾ വിചാരിക്കും ഡ്രൈ ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ ഇതും കളയും. അതായത് 3 വർഷമാണ് ഇവിടെയും വരുന്നത്, ഇവിടെയും 3 വർഷമാണ്. അപ്പം നോക്കിക്കേ, നമ്മുടെ മിഡിൽ സ്റ്റേജും കഴിഞ്ഞു, തയ്യാറെടുപ്പ് ഘട്ടം. ഇനി ആദ്യം തൊട്ടൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇത് നോക്കാതെ സ്ലൈഡിൽ നോക്കാതെ ഓർത്ത് നോക്കിക്കേ. ആദ്യം പഠിച്ചത് ഫൗണ്ടേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടം. വയസ്സ് എത്ര മുതൽ എത്ര വരെ ആയിരുന്നു? 3 മുതൽ 8 വരെ. എങ്ങനെയായിരുന്നു? 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1, 2 ക്ലാസ് വരെയായിരുന്നു. അടുത്തത് പഠിച്ചത് പ്രിപ്പറേറ്ററി സ്റ്റേജ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടമായിരുന്നു. 8 മുതൽ 11 വയസ്സ് വരെയാണ്. ക്ലാസ് പറയുന്ന സമയത്തോ 3 മുതൽ 5 ആണ്, 3 വർഷം. അടുത്ത് നമ്മൾ പഠിച്ചത് മിഡിൽ സ്റ്റേജ് അല്ലെങ്കിൽ മധ്യഘട്ടം. വയസ്സ് എത്രയാണ്? 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ. 6, 7, 8 ക്ലാസ്. 6, 7, 8 ക്ലാസ്, 3 വർഷം. ലാസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡറി സ്റ്റേജ്, സെക്കൻഡറി ഘട്ടം എന്ന് പറഞ്ഞാൽ മതി. വയസ്സ് 14 മുതൽ 18. സെക്കൻഡറി ആകുമ്പോൾ നമ്മൾ അഡോളസെന്റ് ഏജിൽ എത്തിച്ചേരുമെന്ന് ഓർത്താൽ മതി. 14 മുതൽ 18, 14, 18. ഈ 4ഉം 4 കൂടെ കൂട്ടുമ്പോൾ 8 കിട്ടും. അങ്ങനെ നമുക്ക് ആ ഒരു കണക്ഷൻ എടുക്കാം. 14 മുതൽ 18 വയസ്സ് വരെ. അപ്പോൾ ഇവിടെ ഏത് വരും? 9ാം ക്ലാസ്. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. 9, 10, 11, 12ാം ക്ലാസ്, അതായത് +2 വരെ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ അത് 4 വർഷമാണ്. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. അതാണ് ലാസ്റ്റ് 4 വർഷം. 5 + 3 + 3 + 4 എന്ന് പറയുന്നത് 14 മുതൽ 18 വയസ്സ് വരെയാണ്. സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയുന്നത് 9 മുതൽ 12ാം ക്ലാസ് വരെ. ഇത് നല്ല വൃത്തിയായിട്ട് ഒരു ബോക്സിനകത്താക്കി നമുക്ക് പഠിച്ചു വെച്ചേക്കേണ്ടതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 വിദ്യാഭ്യാസത്തിന്റെ ഘടന ഇനി മൊത്തത്തിൽ ഒന്ന് ഓർത്തു നോക്കണം. ഒന്നാമത്തെ സ്റ്റേജ് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആയിരുന്നു അല്ലെങ്കിൽ അടിസ്ഥാന ഘട്ടം. വയസ്സെന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെ ആയിരുന്നു നോക്കിയേ? 3 മുതൽ 8 വയസ്സ് വരെ. 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1, 2 ക്ലാസ്സുകൾ. രണ്ടാമത്തെ എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടമായിരുന്നു. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ? 8 മുതൽ 11 വയസ്സ് വരെയാണ്. ഇനി ക്ലാസ് ഏതൊക്കെയായിരുന്നു? 3, 4, 5ാം ക്ലാസ് വരെ. അത് 3 വർഷം. അടുത്തെന്ന് പറയുന്നത് മധ്യഘട്ടം അല്ലെങ്കിൽ മിഡിൽ സ്റ്റേജ് ആയിരുന്നു. വയസ്സ് 11 മുതൽ 14 വയസ്സ് വരെയായിരുന്നു. ക്ലാസ് ഏത് വരും? 6, 7, 8ാം ക്ലാസ് വരെ 3 വർഷം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജ് ആയിരുന്നു. വയസ്സെന്ന് പറയുന്നത് 14 മുതൽ 18 വയസ്സ് വരെയാണ് വരുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് 9 മുതൽ 12ാം ക്ലാസ് വരെ, 4 വർഷം. ഇതാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഘടന എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 10 +2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് 1 വർഷം ഡിപ്ലോമ കോഴ്സ് നൽകാൻ തീരുമാനിച്ചു. അപ്പൊ നോക്കിക്കേ, 2020 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 10 +2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത 10ാം ക്ലാസ്സോ +2ഓ അടിസ്ഥാന യോഗ്യത ഇല്ലാത്ത പ്രീ സ്കൂൾ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവർക്ക്, 10ാം ക്ലാസ്സോ +2ഓ അടിസ്ഥാന യോഗ്യത ഇല്ലാതെ പ്രീ സ്കൂൾ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവർക്ക് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് നൽകണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ വിദ്യാഭ്യാസ നയത്തിലൊക്കെ പറയുന്നുണ്ട് അധ്യാപകർക്ക് പരിശീലനം നൽകണം എന്നുള്ളതല്ലേ. അധ്യാപകർക്ക് എന്ത് നൽകണം? വിദ്യാഭ്യാസം നൽകണം. പുതിയ രീതിക്കനുസരിച്ച്, പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്കും പ്രായോഗികമായിട്ടുള്ള പരിശീലനം നൽകണമെന്ന് പറഞ്ഞില്ലേ. അതിനെ തുടർന്ന് ദേശീയ വിദ്യാഭ്യാസ നയം 2020 വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു പരിഷ്കാരമാണ് ഏത്?
10ാം ക്ലാസ്സോ +2 അടിസ്ഥാന യോഗ്യതയില്ലാതെ പ്രീ സ്കൂൾ അധ്യാപകരായി തുടരുന്നവർക്ക് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് നൽകണം എന്നുള്ളത്. ഇനി 3, 5, 8 ക്ലാസ്സുകളിൽ എന്ത് നടത്തണം? പരീക്ഷ നടത്തണം. ഇപ്പോൾ തന്നെ പുസ്തകം മാറുന്ന ഘടന നമുക്കറിയത്തില്ലേ? അതുപോലെ 3ാം ക്ലാസ്, 5ാം ക്ലാസ്, 8ാം ക്ലാസ്സുകളിൽ പരീക്ഷ എന്നുള്ള കൺസെപ്റ്റും ദേശീയ വിദ്യാഭ്യാസ നയം 2020 ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് ഓരോ പോയിന്റും പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ 3, 5, 8 ക്ലാസ്സുകളിൽ എന്ത് വേണം? പരീക്ഷ നടപ്പിലാക്കണം. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം ദേശീയ തലത്തിൽ സ്കൂൾ അധ്യാപകർക്ക് നൽകുന്ന ഗുണനിലവാര സൂചിക ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം ദേശീയ തലത്തിൽ സ്കൂൾ അധ്യാപകർക്ക് നൽകുന്ന ഗുണനിലവാര സൂചികയാണ് NPST. എന്താണ്? NPST. അധ്യാപകർക്ക് നൽകുന്ന ഗുണനിലവാര സൂചിക, അധ്യാപകർക്ക് കൊടുക്കുന്ന ഗുണനിലവാര സൂചിക ദേശീയ തലത്തിലാണ്. ദേശീയ തലത്തിൽ അധ്യാപകർക്ക് കൊടുക്കുന്ന ഗുണനിലവാര സൂചികയുടെ പേരാണ് NPST, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചർ. NPSTയുടെ ഫുൾ ഫോമും ചോദിക്കാം. നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചർ. നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചർ എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എന്താണ്? നല്ലതുപോലെ അത് പഠിച്ചു വെച്ചേക്കണം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം ദേശീയ തലത്തിൽ സ്കൂൾ അധ്യാപകർക്ക് നൽകുന്ന ഗുണനിലവാര സൂചികയുടെ പേരാണ് NPST. ഫുൾ ഫോം എന്താണ്? നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചർ ആണ്. ഇനി പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ഓരോ വിദ്യാഭ്യാസ നയം വരുമ്പോൾ അതിൻ്റെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കമ്മീഷനെ നിയമിക്കും അല്ലേ? നമ്മൾ 86 ദേശീയ വിദ്യാഭ്യാസ നയം പഠിക്കുമ്പോൾ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി അങ്ങനെ ആ ഒരു നിർദ്ദേശങ്ങളും ശുപാർശകളും പഠിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്മിറ്റിയെ നിയമിക്കും. അതുപോലെ പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാൻ, ഏതാ പുത്തൻ വിദ്യാഭ്യാസ നയം? 2020 ദേശീയ വിദ്യാഭ്യാസ നയം. അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ കേരള സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനാണ് പ്രഫാദ് പട്നായിക് കമ്മീഷൻ. അപ്പോൾ കസ്തൂരി രംഗൻ കമ്മീഷൻ എന്താണ്? അത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരാനായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത്? കെ കസ്തൂരി രംഗൻ. എന്നാൽ ആരാണ് പ്രഫാദ് പട്നായിക് എന്ന് പറയുന്നത്? പ്രഫാദ് പട്നായിക് എന്ന് പറയുന്നത് അതായത് പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത്? പ്രഫാദ് പട്നായിക് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കാരണം ലേറ്റസ്റ്റ് ആയതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പം നോക്കിക്കേ, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ ചെലവെന്ന് പറയുന്നത് GDPയുടെ 6% ഉയർത്തണം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് 1968 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ കഴിയാതെ പോയതിൻ്റെ, പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു അവിടെ ഫണ്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തികം ആ സമയത്ത് എന്തായിരുന്നു? തകർച്ചയുടെ വക്കിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതിനൊരു പരിഹാരമായി. എങ്ങനെ? ഇവിടെ നോക്കിക്കേ, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട് നമ്മുടെ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ ചെലവെന്ന് പറയുന്നത് നമ്മുടെ GDPയുടെ, നമ്മുടെ മൊത്തത്തിലുള്ള ആളോഹരി വരുമാനത്തിൻ്റെ 6% എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനായിട്ട് നീക്കി വെക്കണം. നമ്മുടെ മൊത്തത്തിലുള്ള ആളോഹരി വരുമാനത്തിൻ്റെ 6% നമ്മൾ എന്തിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണം? വിദ്യാഭ്യാസത്തിനായിട്ട്. അത് കേന്ദ്രത്തിൻ്റെതായാലും സംസ്ഥാനത്തിൻ്റെതായാലും GDPയുടെ 6% എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനായിട്ട് നീക്കി വെക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഇനി മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കുക.
ആദ്യം അത് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നായിരുന്നു. പിന്നെ ഒരു കമ്മീഷൻ വരുന്ന സമയത്ത് അത് മാനവ വിഭവശേഷി മന്ത്രാലയം എന്നായി. അങ്ങനെ ഈ വിദ്യാഭ്യാസ മന്ത്രാലയം എന്നായിരുന്നു ഏത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പൊ കുറെ നാളിന് മുന്നേ വരെ അറിയപ്പെട്ടത് എങ്ങനെയാണ്? മാനവ വിഭവശേഷി മന്ത്രാലയം. അതുകൊണ്ടാണ് ചില കണ്ടന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ഇത് പ്രകാരം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? വിദ്യാഭ്യാസ മന്ത്രാലയം അല്ലേ, വിദ്യാഭ്യാസത്തിന്റെ കാര്യമാകുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രാലയമല്ലേ അത് ചെയ്യേണ്ടുന്നത്? ഒന്നുമില്ല, അതിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 തവണ മാറ്റുകയുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പൊ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാക്കണമെന്ന് ശുപാർശ ചെയ്തു. അങ്ങനെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ നയമാണ് ഏതെന്ന് പറയുന്നത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം. ഇനി ഒരു ദേശീയ മൂല്യനിർണയ കേന്ദ്രം എന്ന നിലയിൽ പരാഖ് എന്ന സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ദേശീയ മൂല്യനിർണയ കേന്ദ്രം എന്ന നിലയിൽ എക്സാമിന് എന്താണ്ട് ഇതുപോലെ എഴുതി തരും. പരാഖ്, ഒരു ദേശീയ മൂല്യനിർണയ കേന്ദ്രം എന്ന നിലയിൽ പരാഖ് എന്ന സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. അത് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. എന്താണ്? ഒരു ദേശീയ മൂല്യനിർണയ കേന്ദ്രമാണ്. ദേശീയ മൂല്യനിർണയ കേന്ദ്രം എന്ന നിലയിൽ ഏത് സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പേര് മറന്നു പോകരുത്, പരാഖ് എന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആ 3 കാര്യങ്ങൾ ഓർമ്മയുണ്ടോ നോക്കിക്കേ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിദ്യാഭ്യാസ ചെലവ് എന്ന് പറയുന്നത് GDP-യുടെ 6% ഉയർത്തണം എന്ന് പറഞ്ഞു. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പേര് തിരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മൾ ഏതാണ്? വിദ്യാഭ്യാസ മന്ത്രാലയം. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പേരാണ് എങ്ങനെ ആക്കി മാറ്റിയേക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കി മാറ്റിയേക്കുന്നത്. അതുപോലെ ഒരു ദേശീയ മൂല്യനിർണയ കേന്ദ്രം എന്ന നിലയിൽ ഏത് സ്ഥാപനം? പരാഖ് എന്ന സ്ഥാപനം തുടങ്ങാനായിട്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം തീരുമാനിച്ചു. ഇനി അടിസ്ഥാന സാക്ഷരതയെയും സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ഉയർന്ന നിലവാരമുള്ള വിഭവങ്ങളുടെ ഒരു ശേഖരം ദേശീയ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കും. ഈ നയത്തിന്റെ പ്രത്യേകതയാണ് അടിസ്ഥാന സാക്ഷരതയെയും. എല്ലാവർക്കും എന്താണ്? ബേസിക് ആയിട്ട് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. അടിസ്ഥാന സാക്ഷരതയെയും സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ഉയർന്ന നിലവാരമുള്ള വിഭവങ്ങളുടെ ഒരു ശേഖരം ദേശീയ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കുമെന്നും ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നുണ്ട്. ഇതാണ് അടിസ്ഥാന സാക്ഷരതയെയും. നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി, സാക്ഷരതയും വേണം, സംഖ്യാശാസ്ത്രവും നമ്മൾ അറിഞ്ഞിരിക്കണം. സാക്ഷരതയും സംഖ്യാശാസ്ത്രവും, ഈ 2 ടേമുകൾ ആദ്യം മനസ്സിലോട്ട് കൊണ്ടുവരണം. സാക്ഷരതയും സംഖ്യാശാസ്ത്രവും. അപ്പൊ അടിസ്ഥാന സാക്ഷരതയെയും സംഖ്യാശാസ്ത്രത്തെയും കുറിച്ചുമുള്ള ഉയർന്ന നിലവാരമുള്ള വിഭവങ്ങളുടെ ഒരു ശേഖരം ദേശീയ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കും എന്നും ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നുണ്ട്. ഇനി അടുത്തേന്ന് പറയുന്നത് സാക്ഷരതയും സംഖ്യാബോധവും 2025 കൂടി മികച്ചതാക്കണം എന്നുള്ളതും ഈ പറഞ്ഞത് തന്നെയാണ്. ഏത്? സാക്ഷരതയും സംഖ്യാവബോധവും, ലിറ്ററസി ആൻഡ് ന്യൂമറസി. സാക്ഷരതയും സംഖ്യാവബോധവും. നമ്മൾ കൂടുതൽ കേട്ടേക്കുന്ന സാക്ഷരതയെ പറ്റിയായിരിക്കും അല്ലെ, എല്ലാവരെയും സാക്ഷരരാക്കുക. പക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്ത് പറയുന്നുണ്ട്? സംഖ്യാ അവബോധവും ആൾക്കാർക്ക് വേണം. അതുകൊണ്ട് സാക്ഷരതയും സംഖ്യാ അവബോധവും 2025 കൂടി മികച്ചതാക്കുക എന്നുള്ളതും ഈ പറയുന്ന 2020 നയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യമാണ്. ഇനി 5ാം ക്ലാസ് വരെ പഠന മാധ്യമം എന്ന് പറയുന്നത് മാതൃഭാഷയിലായിരിക്കണം. 5ാം ക്ലാസ് വരെ പഠന മാധ്യമം മാതൃഭാഷയിലായിരിക്കണമെന്നും നിഷ്കർഷിക്കുന്നു. എന്തുകൊണ്ടാണ് പഠന മാധ്യമം മാതൃഭാഷയിൽ നൽകണം എന്ന് പറയുന്നത്? പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോധന മാധ്യമം മാതൃഭാഷയിൽ നൽകണം എന്ന് പറയാൻ കാരണമുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എവിടെയാ? ഇന്റർവ്യൂസിന് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ പറയുന്ന LP-UPയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരാൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ
നമ്മൾ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് കൂടുതൽ താല്പര്യപ്പെടും. നമ്മൾ ഇംഗ്ലീഷ് അതായത് CBSE കൊണ്ടാക്കുന്നു, ഇംഗ്ലീഷ് മീഡിയത്തിലാക്കുന്നു. പക്ഷെ നമ്മൾ ആ ഒരു പ്രൈമറി സ്കൂളിലെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ ഏതാണോ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് വളരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ ഏതാണോ ആ രീതിയിലായിരിക്കും ഒരു കുഞ്ഞിന് ചിന്തിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ അധികം ഫ്ലുവൻസി അല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പറയുന്നില്ലേ, അല്ലെ നമുക്ക് എനിക്ക് ഇന്ന് എന്തെങ്കിലും ഇന്നൊരു ഫുഡ് കഴിക്കണം എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് ഞാൻ പോകുന്ന വഴി എനിക്ക് ഇന്നൊരു ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നീ ഇംഗ്ലീഷിലാണോ ആലോചിച്ച് നോക്കുന്നത്? അല്ല, ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഞാൻ മലയാളത്തിലാണ് പറയുന്നല്ലേ. ഞാൻ പോകുന്ന വഴിക്ക് ഇന്ന ആഹാരം എനിക്ക് കഴിക്കണം, അല്ലെ എനിക്ക് വാങ്ങണം എന്ന് ഞാൻ മലയാളത്തിലാണ് ചിന്തിക്കുന്നത് അല്ലേ. അത്രയേ ഉള്ളൂ കാര്യം. പറഞ്ഞത് ചെറിയ കുഞ്ഞുങ്ങൾക്കെന്ന് പറയുമ്പം അവർക്ക് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നതാകട്ടെ, കഥയായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവർ ഇമാജിൻ ചെയ്യുന്നത് അവരുടെ മാതൃഭാഷയിലായിരിക്കും. നമ്മൾ എത്ര വലിയ സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന സ്കൂളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവർ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? അവരുടെ മദർ ടങ്ങിലായിരിക്കും അവർ ചിന്തിക്കുന്നത് അല്ലേ. കാര്യങ്ങളെ അവർ മനസ്സിലാക്കുന്നത് ഏത് രീതിയിലായിരിക്കും? അവരുടെ മദർ ടങ്ങിലായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ് വരെ പഠന മാധ്യമം മാതൃഭാഷയിലാക്കണം എന്ന് നിഷ്കർഷിക്കുന്നു. കാരണം ചിന്തകൾ നടക്കുന്നത് മാതൃഭാഷയിലാണ്. അതുകൊണ്ടാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിലെ നവീനങ്ങളായ ശേഷികൾ 6ാം ക്ലാസ് മുതൽ സിലബസിൽ ഉൾപ്പെടുത്തുക. 21ാം നൂറ്റാണ്ടിലെ നവീനങ്ങളായ ശേഷികൾ 6ാം ക്ലാസ് മുതൽ സിലബസിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ടാണ് കാലാകാലത്തിൽ ഈ പാഠ്യപദ്ധതി ക്രമീകരിക്കണം എന്ന് നമ്മൾ പറയുകയും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കരിക്കുലം ഫ്രെയിം വർക്കുകൾ പഠിക്കുന്നത്. കാരണം നമ്മൾ കാലത്തിനനുസരിച്ച് വേണം കുട്ടികൾക്ക് എന്ത് നൽകാനേ? വിദ്യാഭ്യാസം നൽകാൻ. ഓരോ വർഷം കഴിയും തോറും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളായാലും സാങ്കേതിക വിദ്യകളായാലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. പഴയ കാലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പഠിക്കുന്നതെങ്കിൽ അവർക്ക് ഇന്നത്തെ കാലത്ത് അത് ഉപയോഗപ്പെടുത്താനോ പ്രയോജനപ്പെടുത്താനോ ആ വിദ്യാഭ്യാസ രീതി കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ഇന്നത്തെ സമൂഹം എങ്ങനെയാണോ, ഇന്നത്തെ സാങ്കേതിക വിദ്യ എങ്ങനെയാണോ ആ രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാന്? കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാന്. അതുകൊണ്ടാണ് പാഠ്യപദ്ധതിയും കാലക്രമമായിട്ട് എന്ത് ചെയ്യണം? ക്രമമായിട്ട് മാറ്റം വരുത്തണം. ഇന്നത്തെ സിറ്റുവേഷൻ എന്താണോ ആ രീതിയിൽ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ പ്രാപ്തമാകുന്ന രീതിയിലായിരിക്കണം ഏതെന്ന് പറയുന്നത്? പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 21ാം നൂറ്റാണ്ടിലെ നവീനങ്ങളായ ശേഷികൾ 6ാം ക്ലാസ് മുതൽ സിലബസിൽ ഉൾപ്പെടുത്തണം. 5ാം ക്ലാസ് വരെ പഠന മാധ്യമം എങ്ങനെ നൽകണം? മാതൃഭാഷയിൽ നൽകണം. 5ാം ക്ലാസ് വരെ പഠന മാധ്യമം എന്ന് പറയുന്നത് മാതൃഭാഷയിൽ നൽകണം. 21ാം നൂറ്റാണ്ടിലെ പുതിയതായിട്ടുള്ള ശേഷികൾ 6ാം ക്ലാസ് മുതൽ സിലബസിൽ ഉൾപ്പെടുത്തണം. അടുത്തെന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഠനം 2030 സാർവത്രികമാക്കുക. 3 വയസ്സ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള അപ്പം ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ആ ഫൗണ്ടേഷണൽ സ്റ്റേജ് മുതൽ, അടിസ്ഥാന വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഠനം എന്ന് പറയുന്നത് 2030 സാർവത്രികമാക്കുക. അപ്പം 3 വയസ്സ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഠനം ഏത് വർഷത്തോടുകൂടി? 2030 സാർവത്രികമാക്കാനും ഈ നയത്തിൽ പറയുന്നുണ്ട്. ഇനി നിയമ ആരോഗ്യ കോഴ്സുകൾ ഒഴികെയുള്ള മുഴുവൻ ഉന്നത വിദ്യാഭ്യാസവും ഒരു പുതിയ റെഗുലേറ്ററിൻ്റെ കീഴിലാക്കുക. അപ്പം നമ്മുടെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസങ്ങളെല്ലാം തന്നെ ബിരുദമായിക്കോട്ടെ എന്തായിക്കോട്ടെ, പക്ഷെ ഏതൊഴിച്ച്? നിയമം ആരോഗ്യ കോഴ്സുകൾ ഒഴിച്ച്. നിയമ ആരോഗ്യ കോഴ്സുകൾ ഒഴികെയുള്ള മുഴുവൻ ഉന്നത വിദ്യാഭ്യാസവും ഒരു പുതിയ റെഗുലേറ്ററിന് കീഴിലാക്കുക എന്നും ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്? അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വച്ചേക്കണം.
ഈ GDP-യുടെ കാര്യം ഓർത്തു വച്ചേക്കണം. പരാഗ് എന്ന സ്ഥാപനത്തിന്റെ കാര്യം ഓർത്തു വച്ചേക്കണം. ഇനി സാക്ഷരതയുടെ കാര്യം, അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ഉയർന്ന നിലവാരമുള്ള വിഭവങ്ങളുടെ ഒരു ശേഖരം ദേശീയ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കാൻ പറഞ്ഞു. സാക്ഷരതയും സംഖ്യാവബോധവും 2025 മികച്ചതാക്കണമെന്ന് പറഞ്ഞു. 5ാം ക്ലാസ് വരെ പഠനമാധ്യമം എന്ന് പറയുന്നത് മാതൃഭാഷയിൽ നൽകണം. 21ാം നൂറ്റാണ്ടിലെ നവീനങ്ങളായ ശേഷികൾ 6ാം ക്ലാസ് മുതൽ സിലബസിൽ ഉൾപ്പെടുത്തണം. 3 വയസ്സ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പഠനം 2030 സാർവത്രികമാക്കുക. ആ ടേം ഓർത്ത് വെച്ചേക്കുക. ഏത് കോഴ്സുകൾ ഒഴികെ, നിയമ ആരോഗ്യ കോഴ്സുകൾ ഒഴികെയുള്ള മുഴുവൻ ഉന്നത വിദ്യാഭ്യാസവും ഒരു പുതിയ റെഗുലേറ്ററിന് കീഴിലാക്കുക എന്നും ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നു. അടുത്തത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം 6ാം ക്ലാസ് മുതൽ ആരംഭിക്കണം. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്തിനെ പറ്റി പറയുന്നുണ്ട്? ഈ പറയുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം 6ാം ക്ലാസ് മുതൽ ആരംഭിക്കണമെന്ന് ദേശീയ വിദ്യാഭ്യാസ നയം 2020 പറയുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം 6ാം ക്ലാസ് മുതൽ ആരംഭിക്കണം. 6ാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആരംഭിക്കണമെന്ന് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നു. ത്രിഭാഷാ ഫോർമുല പ്രകാരം 3 ഭാഷകൾ പഠിക്കണമെന്നും ശുപാർശ ചെയ്യുന്നു. അപ്പൊ ത്രിഭാഷാ ഫോർമുല ഇവിടെയുമുണ്ട്. 86 വിദ്യാഭ്യാസ നയത്തിൽ അത് അംഗീകരിക്കുന്നുണ്ട്. 1968 വിദ്യാഭ്യാസ നയത്തിൽ ത്രിഭാഷാ സൂത്രവാക്യത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ 20 ഈ 3 വിദ്യാഭ്യാസ നയത്തിലും ത്രിഭാഷാ ഫോർമുല പറ്റി പറയുന്നുണ്ട് എന്ന് ഓർത്തു വെച്ചേക്കുക. 1968 അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 86 അംഗീകരിച്ചിട്ടുണ്ട്. 20 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്ത് പറഞ്ഞു? ത്രിഭാഷാ ഫോർമുല പ്രകാരം 3 ഭാഷകൾ പഠിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു. 3 ഭാഷകളിൽ 2 എണ്ണം ഏതെങ്കിലും ഇന്ത്യൻ ഭാഷയായിരിക്കണമെന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്ത് പറഞ്ഞു? 3 ഭാഷകൾ പഠിക്കണമെന്ന് പറഞ്ഞു. ആ 3 ഭാഷകളിൽ 2 എണ്ണം നമ്മുടെ ഇന്ത്യൻ ഭാഷയായിരിക്കണം എന്നും ഈ നയത്തിൽ പറയുന്നുണ്ട്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്, കർണാടകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി നോക്കിക്കേ, രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് ടേം ഓർത്ത് വെച്ചേക്കണേ. രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിനായി ഒരു അപെക്സ് ബോഡി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. രാഷ്ട്രീയ ശിക്ഷാ ആയോഗ്, രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് ഹിന്ദി ടേമാണ് അല്ലേ. രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ, ഇത് മലയാളത്തിലോട്ട് മാറ്റിയതല്ലേ. രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് അതാണ് ഏത്? ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിനായി ഒരു അപെക്സ് ബോഡി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. 2030 അധ്യാപന തൊഴിൽ ചേരുന്നതിന് കുറഞ്ഞത് 4 വർഷത്തെ BEd ബിരുദം നിർബന്ധമാക്കും. അപ്പൊ അധ്യാപകരുടെ ക്വാളിറ്റി കുറെ കൂടി ഓരോ ഘട്ടം വരുമ്പോഴും കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു 10+2 അടിസ്ഥാന യോഗ്യത ഇല്ലാത്തവർക്ക്, അടിസ്ഥാന യോഗ്യത ഇല്ലാത്ത പ്രീ സ്കൂൾ ടീച്ചർമാർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് നൽകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ എന്ത് പറഞ്ഞു? 2030 അധ്യാപന തൊഴിൽ ചേരുന്നതിന് കുറഞ്ഞത് 4 വർഷത്തെ ബിരുദ പഠനം നിർബന്ധമാക്കണം. അപ്പൊ നോക്കിക്കേ, നമ്മൾ പെട്ടെന്ന് ജോലി കിട്ടി പോകണം അല്ലേ. അപ്പൊ നോക്കി, ആദ്യം എന്ത് വന്നു? ആദ്യം നമുക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് മതിയായിരുന്നു, പിന്നീട് ടെറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. ഇനി പറയുകയാണ് 4 വർഷത്തെ BEd ബിരുദം നിർബന്ധമാക്കും എന്നുള്ളത്
ഇവിടെ നിഷ്കർഷിക്കുന്നു. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? കർണാടകമാണ്. രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഏത്? ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിനായി ഒരു അപെക്സ് ബോഡി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്തു. 2030 അധ്യാപന തൊഴിൽ ചേരുന്നതിന് കുറഞ്ഞത് 4 വർഷത്തെ B.Ed ബിരുദം നിർബന്ധമാക്കും. അടുത്ത നോക്കിക്കേ, ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനം ഈ 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനമാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നമുക്ക് തെറ്റിപ്പോത്തില്ല. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയും അല്ലേ? ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഹയർ എഡ്യൂക്കേഷൻ എന്നാ പറയുന്നത്. ആ പേരിലങ്ങ് തുടങ്ങിയാൽ മതി. ഹയർ എഡ്യൂക്കേഷൻ ഒരു സ്ഥാപനമല്ലേ, അപ്പോൾ അതെന്തായിരിക്കും? ഒരു കമ്മീഷൻ ആയിരിക്കും അല്ലേ? ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എവിടത്തെയാ? ഓഫ് ഇന്ത്യ. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, HECI എന്ന് കണ്ടാലും അത് തന്നെയാണ്. ഏതാണ്? ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടി നിലവിൽ വരുന്നു? ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി. അതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്? 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ് ഇത് പറയുന്നത്. ഏത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം, ഒരു കമ്മീഷൻ നിലവിൽ വരണം. ആ കമ്മീഷന്റെ പേരാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഇനി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായി നിലവിൽ വരുന്ന സ്ഥാപനം. ഇപ്പൊ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഏതാണ്? റിസർച്ച് ആണ് അല്ലെ? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണ്. ഏതാണ്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന സ്ഥാപനം ഏതാന്ന് ചോദിച്ചാൽ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. എന്താണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന സ്ഥാപനമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന സ്ഥാപനമാണ് ഏത്? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അപ്പൊ നേരത്തെ പഠിച്ചതാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് ഏത്? ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണ മികവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് ഏത്? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുതിയ പേരെന്താണെന്ന് എന്ന് പറഞ്ഞാൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പേരെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം 2020 കുറിച്ച് പഠിക്കാൻ കേരളം നിയമിച്ച കമ്മിറ്റി നേരത്തെ പറഞ്ഞില്ലേ? ഏതാണ്? പ്രഫാദ് പട്നായിക് കമ്മിറ്റിയാണ്. പ്രഫാദ് പട്നായിക് കമ്മിറ്റി. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം അംഗൻവാടി ടീച്ചറുടെ പുതിയ പേരെന്താണെന്ന്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം അംഗനവാടി ടീച്ചറുടെ പുതിയ പേരെന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് എന്നാണ്. ഇനി നമ്മൾ ചെന്ന് അംഗനവാടി ടീച്ചറെ എന്ന് വിളിക്കരുത്. എങ്ങനെ പറയണം? ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് എന്നാണ്. ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് ഓർത്ത് വെച്ചേക്കുക. അംഗനവാടി ടീച്ചറുടെ പുതിയ പേര് ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് എന്നാണ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുതിയ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കുറിച്ച് പഠിക്കാനായിട്ട് കേരളം നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് പ്രഫാദ് പട്നായിക് എന്നുള്ളത്. ഇനി 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം അംഗനവാടി ടീച്ചറുടെ പുതിയ പേര് ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് എന്നാണ്.
ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കിക്കേ, സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം രൂപം കൊണ്ട വർഷം. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുകൂടായോ? ഇപ്പം മനസ്സിൽ ഉറച്ചു കാണും. 68-ലെ വിദ്യാഭ്യാസ നയം, 86-ലെ വിദ്യാഭ്യാസ നയം, 2020-ലെ വിദ്യാഭ്യാസ നയം. ഇത് മൂന്നുമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് 1968-ലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ഇന്ത്യയിലെ എത്രാമത്തെ വിദ്യാഭ്യാസ നയമാണ് 2020-ൽ രൂപം കൊണ്ടത്? സിമ്പിളായിട്ട് പറഞ്ഞേ, മൂന്നാമത്തെ വിദ്യാഭ്യാസ നയമാണ്. നമുക്കറിയാം 1968-ല്, 1986-ല്, 2020-ല്. ഇതാണ് 3 വിദ്യാഭ്യാസ നയങ്ങൾ എന്ന് പറയുന്നത്. ഇനി GDP-യുടെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസ ആവശ്യത്തിനായി മാറ്റിവെക്കേണ്ടത്? ആ ഒരു പോയിന്റ് വായിച്ചിട്ടുള്ള ആൾക്ക് കൃത്യമായിട്ട് അറിയാം. എത്രയാണ്? 6%. GDP-യുടെ 6% വിദ്യാഭ്യാസ ആവശ്യത്തിനായിട്ട് മാറ്റിവെക്കേണ്ടത്. ഇനി നോക്കേ, 10+2-ന് പകരം പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം. 10+2+3 അതിന് പകരമായിട്ട് പുതുതായിട്ട് കൊണ്ടുവന്നത് ഏതാണ്? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 5+3+3+4 എന്ന പാറ്റേൺ ആണ്. ഇനി ദേശീയ വിദ്യാഭ്യാസ നയ രൂപീകരണത്തിനായിട്ട് കസ്തൂരി രംഗൻ കമ്മിറ്റി രൂപീകരിച്ച വർഷം. രൂപീകരിക്കുന്നത് 2017 ജൂൺ മാസത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അത് നിലവിൽ വന്നതാണ് ഇത് 2020 ജൂലൈ എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ 2017 ജൂൺ മാസത്തിലാണ്. ഇനി UGCക്ക് പകരം പുതിയതായിട്ട് നിലവിൽ വന്നിരിക്കുന്ന കമ്മീഷൻ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. UGCക്ക് പകരം പുതിയതായി നിലവിൽ വന്നിരിക്കുന്ന കമ്മീഷനാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന സ്ഥാപനം എന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചു. ഏതാണ്? ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. UGCക്ക് പകരം നിലവിൽ വന്നിരിക്കുന്ന കമ്മീഷൻ ഏതാണ്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായിരുന്നു ഏത്? UGC. ഇതിനെ തുടർന്നാ വന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം UGCക്ക് പകരം പുതിയതായിട്ട് നിലവിൽ വന്നിരിക്കുന്ന കമ്മീഷനാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ളത്. അടുത്ത് നോക്കിയേ, പുതിയതായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മൂല്യനിർണയ കേന്ദ്രം. ഇനി നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തും. ഏതാണ്? പരാഗ് ആണ്. പുതിയതായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മൂല്യനിർണയ കേന്ദ്രം പരാഗ് ആണ്. അംഗനവാടി അധ്യാപകർ പുതിയതായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ്. ECT എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കണം, ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് ആണെന്ന്. ഇനി 3 മുതൽ 8 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 3 മുതൽ 8 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് പ്രീ സ്കൂളാണ്. പ്രീ സ്കൂളാണ്. നമ്മൾ എങ്ങനെ പഠിച്ചു? 3 മുതൽ 8 വരെയാണെങ്കിൽ അത് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്, അടിസ്ഥാന ഘട്ടമാണ്. 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1-2 ക്ലാസ് എന്ന് പഠിച്ചില്ലേ? അത് ഏതാണ് ഉൾപ്പെടുന്നത്? അത് പ്രീ സ്കൂൾ എന്ന് വേണം പറയാൻ. ഇനി പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിക്കുന്നത് ഏത് ക്ലാസ്സിലാണ്? നമ്മൾ പഠിച്ചില്ലേ? ഇങ്ങനെ വേണം നമ്മൾ പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യനും എഴുതാൻ പറ്റും. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിക്കുന്നത് അപ്പോഴേ മനസ്സിൽ പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? 3 മുതൽ 8 വയസ്സ് വരെയാണ് 3 വർഷത്തെ പ്രീ പ്രൈമറി ഉൾപ്പെടെ 1-2 ക്ലാസ്. അപ്പോൾ പ്രീ സ്കൂൾ ഘട്ടം എന്ന് പറയുമ്പോൾ എവിടെ തീരും? 2ാം ക്ലാസ്സിൽ തീരും അല്ലേ? അപ്പോൾ 2ആണ് ആൻസർ. കസ്തൂരി രംഗൻ കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങളാണ്. ചെയർമാനും 8 അംഗങ്ങളും അടങ്ങിയതാണ്. ചെയർമാനും 8 അംഗങ്ങളും അടങ്ങിയതാണ് കസ്തൂരി രംഗൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയും ചോദിക്കാം. അതല്ലെങ്കിൽ ചെയർമാൻ ഉൾപ്പെടെ 9, ബാക്കി അംഗങ്ങൾ 8, അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഇനി ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്ന്. പ്രാബല്യത്തിൽ വന്നത് 2022-23 വർഷത്തിലാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രാബല്യത്തിൽ വന്നത് 2022-23 വർഷത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏത് ക്ലാസ് വരെയുള്ള പഠനമാണ് മാതൃഭാഷയിൽ ആക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത്? അതായത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം ഏത് ക്ലാസ് വരെയുള്ള പഠനമാണ് മാതൃഭാഷയിൽ ആക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 5ാം ക്ലാസ് വരെ. 5ാം ക്ലാസ് വരെ എന്ന് ഓർത്ത് വെച്ചേക്കണം. 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ നൽകണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. മനസ്സിരുത്തി ഒന്ന് വായിച്ചു പോയാലും ഈ ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ എല്ലാം കൂടെ കാണുമ്പോൾ
കാണുമ്പോൾ ഒരുപാട് എന്തോ കൺഫ്യൂഷൻ പോലെ തോന്നുന്നു, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, ഒത്തിരി കണ്ടന്റ് ഉണ്ട്, വായിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു പോയാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. അപ്പം നോക്കിക്കേ, അധ്യാപകരാകാൻ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് BEd നിർബന്ധമാക്കുന്നത് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചാൽ 2030 മുതലാണ്. 2030 മുതൽ. ഏത് വർഷമാണ് മാനവ വിഭവശേഷി മന്ത്രാലയം രൂപീകൃതമായത്? പഠിച്ചു വച്ചേക്കണം. 1985 മാനവ വിഭവശേഷി മന്ത്രാലയം രൂപീകൃതമാകുന്നത് 1985 മാനവ വിഭവശേഷി മന്ത്രാലയം രൂപീകൃതമാകുന്നത് 1985 ഇനി നമുക്ക് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പറ്റി പഠിക്കണം. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? പാർലമെന്റ് പാസ്സാക്കിയ വർഷം. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 2009 ഓഗസ്റ്റ് 4 നോക്കിക്കേ, വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4 വിത്ത് ഡേറ്റ് വെച്ച് പഠിച്ചു വെച്ചേക്കണം. 2009 ഓഗസ്റ്റ് 4 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. നിലവിൽ വന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് പാസ്സാക്കിയതാണോ നിലവിൽ വന്നതാണോ എന്ന് ശ്രദ്ധിച്ചോണം. ഇനി നോക്കിക്കേ, ഇത് നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ മാസം 1 ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഡേറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 2009 ഓഗസ്റ്റ് മാസം 4 എന്നാൽ ആ സമയത്ത് അത് നിലവിൽ വന്നില്ല. തൊട്ടടുത്ത വർഷം, ഏത് വർഷം? 2010 ഏപ്രിൽ മാസം 1 ഏത് നിലവിൽ വരുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. 2010 ഏപ്രിൽ മാസം 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. നോക്കിക്കേ, 6-നും 14-നും ഇടയിലുള്ള മുഴുവൻ കുട്ടികളെയും സ്കൂളിൽ എത്തിക്കുന്നതിനും അവർക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 നിലവിൽ വരുന്നത്. വയസ്സ് നോക്കിക്കേ, 6-നും 14-നും ഇടയിൽ. അപ്പം നമ്മൾ ഗാന്ധിജിയുടെ പഠിക്കുന്ന സമയത്തും ഇതിന് മുന്നേ ഏതാണ് കമ്മീഷൻ പഠിക്കുന്ന സമയത്തൊക്കെ ഓരോന്നിനും വയസ്സിന് വ്യത്യാസം വരും അല്ലേ? ഇവിടെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ എത്രയാണ്? 6-നും 14-നും ഇടയിൽ എന്നാ പറഞ്ഞേക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6-നും 14-നും ഇടയിലുള്ള മുഴുവൻ കുട്ടികളെയും 6-നും 14-നും ഇടയിലുള്ള മുഴുവൻ കുട്ടികളെയും സ്കൂളിൽ എത്തിക്കുന്നതിനും അവർക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 4 എന്നാൽ ഇത് നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ മാസം 1 ഇനി വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമമാണ്. വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന നാഴികക്കല്ല്, വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ആണ്. അടുത്ത് നോക്കിക്കേ, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 60-ാം വർഷത്തിൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 60-ാം വർഷത്തിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഏത്? വിദ്യാഭ്യാസ അവകാശ നിയമം 2009. പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കാം അല്ലേ? അതായത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 60-ാം വർഷത്തിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഏത്? വിദ്യാഭ്യാസ അവകാശ നിയമം. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 60-ാം വർഷത്തിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമം. ഇനി കുട്ടികളുടെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മുതിർന്നവരുടെ കടമയായി മാറുന്നത് എങ്ങനെയാണ്? അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസ പ്രകാരമാണ്. കുട്ടികളുടെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മുതിർന്നവരുടെ കടമയാണ്. കുട്ടികളുടെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആരുടെ കടമയാണ്? മുതിർന്നവരുടെ കടമയാണെന്ന് നിഷ്കർഷിക്കുന്ന
നിഷ്കർഷിക്കുന്നത് ഏതാണ്? അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അതിനെ പറയുന്നത് എന്താണ്? അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസം. കുട്ടികളുടെ എല്ലാവിധ അവകാശങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം മുതിർന്നവരുടെ കടമയായിട്ട് മാറുന്നത് അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഇനി കുട്ടികളുടെ അവകാശങ്ങൾ നിർണയിക്കുകയും ലോകവ്യാപകമായി നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് മുൻകൈ എടുത്ത സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? യുനെസ്കോ. നമുക്കറിയാവുന്നതാണ് അല്ലേ? കുട്ടികളുടെ അവകാശങ്ങൾ നിർണയിക്കുകയും ലോകവ്യാപകമായി നടപ്പാക്കുകയും ചെയ്യുന്നതിന് മുൻകൈ എടുത്ത സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? യുനെസ്കോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഘടകമാണ് ഏതെന്ന് പറയുന്നത്? യുനെസ്കോ എന്ന് പറയുന്നത്. ഇനി ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട്. അടുത്ത ഹെഡിങ് ഒക്കെ ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2009. അപ്പം നമുക്ക് എന്തൊക്കെ അറിയാം? ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005 അറിയാം. ഇനി കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അറിയാം. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2013 അറിയാം. ഇനി ഇതാ വന്നു അധ്യാപകർക്ക് വേണ്ടി ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് അല്ലേ? അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഏതാണ്? ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അതാണ് ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2009 എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പേരാണെങ്കിൽ NCFTE എന്ന് പറയും. NCFTE എന്താണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2009. അപ്പൊ നോക്കിക്കേ, അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങള് വേണമെന്ന് നിർദ്ദേശിച്ചു. അധ്യാപക വിദ്യാഭ്യാസത്തിന് കാലോചിതമായ പരിഷ്കാരങ്ങൾ വേണമെന്ന് നിർദ്ദേശിച്ചു. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് പണ്ട് കാലത്ത് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകർക്ക് പുതിയതായിട്ട് ഉള്ള രീതി വന്ന സമയത്ത് അതിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് പ്രയാസം അനുഭവപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്നിൻ്റെ പോരായ്മയായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കാലത്തിനനുസൃതമായിട്ടുള്ള പാഠ്യപദ്ധതിയും പഠനക്രമവും ഒക്കെ വേണം നൽകാനേ എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ അധ്യാപകർക്കും എന്ത് നൽകണം? പുതിയ രീതിയിൽ പഠിപ്പിക്കാനുള്ള ഓരോ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ആ കുട്ടികളിൽ എത്തിക്കേണ്ടുന്ന ആ ശേഷികൾ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വീകരിക്കുന്ന ആ പഠന രീതികൾ എന്ന് പറയുന്നതും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അല്ലേ? അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ അവർക്കും എന്ത് നൽകണം? അവർക്ക് ആ പരിഷ്കാരങ്ങൾ അവർക്കും നൽകണം, അധ്യാപകർക്കും നൽകണം. അധ്യാപകർക്ക് അതിനുള്ള പരിശീലനം നൽകണം അല്ലേ? അപ്പോൾ അധ്യാപക വിദ്യാഭ്യാസത്തിന് കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ വേണമെന്ന് നിർദ്ദേശിച്ചു. ആര്? ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2009. കുട്ടികൾക്ക് മാത്രം പരിഷ്കാരം കൊണ്ടുവന്നാൽ മതിയോ? കുട്ടികളുടെ പാഠ്യപദ്ധതി മാത്രം മാറ്റിയാൽ മതിയോ? അവരുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രം അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയോ? അല്ല, അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കും വേണം എന്തിന്? അതിനെപ്പറ്റിയുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ. കാരണം അധ്യാപകരല്ലേ ആ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കേണ്ടുന്നത്, അധ്യാപകരല്ലേ അവർക്ക് കൈത്താങ്ങ് നൽകുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ നോക്കിക്കേ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2009 പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെ? NCFTE 2009 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എലിമെന്ററി അധ്യാപക പരിശീലനത്തിനായി 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികളിലും തിരഞ്ഞെടുത്ത ഡയറ്റുകളിലും ആരംഭിക്കണം. എലിമെന്ററി അധ്യാപക പരിശീലനത്തിനായി 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികളിലും തിരഞ്ഞെടുത്ത ഡയറ്റുകളിലും ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചു. ആര്? ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി 2009. ഇത് ഓർത്ത് വെച്ചേക്കണം. എലിമെന്ററി അധ്യാപക പരിശീലനത്തിനായി എത്ര വർഷത്തെ? 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ എവിടെയൊക്കെ? യൂണിവേഴ്സിറ്റികളിലും തിരഞ്ഞെടുത്ത ഡയറ്റുകളിലും ആരംഭിക്കാനായിട്ട് നിർദ്ദേശം നൽകി.
അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ഇപ്പൊ നോക്കിയേ, അഭിരുചിയുള്ളവരെ, അതായത് ഇപ്പം എല്ലാവർക്കും ഓരോ പ്രൊഫഷനോട് ഇഷ്ടം കാണും അല്ലേ. ഇപ്പൊ ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമുള്ളവരായിരിക്കും ഏതിന് പോകുന്നത്, BEd കോഴ്സ്, TTC കോഴ്സ് ഒക്കെ പോകുന്നത് അല്ലേ. അപ്പൊ അവർക്ക് അതിനോടായിരിക്കും അഭിരുചി എന്ന് പറയുന്നത്. ഇപ്പൊ ഡോക്ടർ ആകാൻ അഭിരുചിയുള്ളവര് ടീച്ചർ തിരഞ്ഞെടുക്കുമോ? ഇല്ല, അവർ ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത് അല്ലേ. അപ്പോൾ അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്നും ഇത് നിർദ്ദേശിച്ചു. അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള സിലബസ്, കോഴ്സിന്റെ രൂപരേഖ എന്നിവ ആര് തയ്യാറാക്കണം? ഈ പറയുന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCFTE തയ്യാറാക്കണം. അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള സിലബസ്, ആരുടെ സിലബസ്? അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള സിലബസ്, കോഴ്സിന്റെ രൂപരേഖ എന്നിവ NCFTE തയ്യാറാക്കണം എന്നും നിർദ്ദേശിക്കുന്നു. അടുത്തതായിട്ട്, സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി അവലോകനം ചെയ്യണം. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ സ്കൂൾ പാഠ്യപദ്ധതികൾ കാലക്രമമായിട്ട് പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നല്ലേ. അപ്പൊ സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി എന്ത് ചെയ്യണം? അവലോകനം ചെയ്യണം. എന്തിന്? അതിലും മാറ്റം കൊണ്ടുവരണം. കുട്ടികളുടെ മാത്രം മാറ്റം കൊണ്ടുവന്നാൽ പോരാ, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നോ അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ ആർക്കും നൽകണം? അധ്യാപകർക്കും നൽകണം എന്ന് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2009 നിർദ്ദേശിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ്? അഭിരുചിയുള്ളവരെ അധ്യാപക പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള സിലബസ്, കോഴ്സിന്റെ രൂപരേഖ എന്നിവ NCFTE തയ്യാറാക്കണം. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി അവലോകനം ചെയ്യണം. അപ്പൊ ഇത്രയുമാണ് നമ്മൾ വിദ്യാഭ്യാസ കമ്മീഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.